ഇന്ന് നമുക്ക് മനുഷ്യ ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങൾ നോക്കാം. ജ്ഞാനേന്ദ്രിയങ്ങൾ നമുക്കറിയാം 5 ഉണ്ട് അല്ലെ? കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക് എന്നിവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അത് നമുക്ക് ഓരോന്ന് പഠിക്കാം. ഇന്നിപ്പം കണ്ണ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. കണ്ണ് മാത്രം. അതാ കണ്ണിന്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കണ്ണിന്റെ ഒരു ചിത്രം. കണ്ണിന്റെ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയമാണ് കണ്ണെന്ന് പറയുന്നത്. ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയ കണ്ണാണ്. ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ ഭാഗങ്ങളിൽ ഒന്നാണ് കണ്ണ്. ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ ഭാഗങ്ങളിൽ ഒന്നാണ് കണ്ണ്. കണ്ണിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ശരീരത്തിന് പ്രകാശം സ്വീകരിക്കാനും ചുറ്റുമുള്ള വസ്തുക്കളെ ശരിയായ നിറത്തിലും വിശദാംശങ്ങളിലും ആഴത്തിലും ഗ്രഹിക്കാനും അനുവദിക്കുന്നു. അപ്പൊ എന്താണ്? ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ ഭാഗങ്ങളിൽ ഒന്നാണ് കണ്ണ്. കണ്ണിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ശരീരത്തിന് പ്രകാശം സ്വീകരിക്കാനും ചുറ്റുമുള്ള വസ്തുക്കളെ ശരിയായ നിറത്തിലും വിശദാംശങ്ങളിലും ആഴത്തിൽ ഗ്രഹിക്കാനും അനുവദിക്കുന്നു. ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്നത് കണ്ണാണ്. ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്നത് കണ്ണാണ്. കണ്ണിന്റെ ഘടന, പ്രവർത്തനങ്ങൾ, രോഗങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന പഠനശാഖയാണ് ഒഫ്താൽമോളജി. കണ്ണിന്റെ ഘടന, പ്രവർത്തനങ്ങൾ, രോഗങ്ങളൊക്കെ വരും. രോഗങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന പഠനശാഖയാണ് ഒഫ്താൽമോളജി. ഇന്ദ്രിയ അനുഭവങ്ങളുടെ എത്ര ശതമാനമാണ് കണ്ണുകൾ പ്രദാനം ചെയ്യുന്നത്? 80%. 80%. ഇന്ദ്രിയാനുഭവങ്ങളുടെ എത്ര ശതമാനമാണ് കണ്ണുകൾ പ്രദാനം ചെയ്യുന്നത്? 80%. 80%. കണ്ണ് സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ നേത്രകോടരത്തിലാണ്. നേത്രകോടരത്തിൽ. കണ്ണ് സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ നേത്രകോടരത്തിലാണ്. അതായത് ആ കുഴി. കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ്. കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ്. ബാഹ്യ കൺപേശികൾ. കണ്ണിലെ വിയർപ്പ്, പൊടിപടലം എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നത് പുരികമാണ്. കണ്ണിനെ വിയർപ്പ്, പൊടിപടലം എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നത് എന്താണ്? പുരികമാണ്. പുരികം. വിയർപ്പ്, പൊടിപടലം എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നത് പുരികമാണ്. കാഴ്ചയ്ക്ക് തടസ്സമാവാതെ പൊടിപടലങ്ങളിൽ നിന്നും കണ്ണിന് സംരക്ഷണം നൽകുന്നത് എന്തെന്ന് ചോദിച്ചാല് കൺപോളകളാണ്. അപ്പൊ വിയർപ്പ്, പൊടിപടലം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നത് പുരികവും, കാഴ്ചയ്ക്ക് തടസ്സമാവാതെ പൊടിപടലങ്ങളിൽ നിന്നും കണ്ണിന് സംരക്ഷണം നൽകുന്നത് കൺപോളകളുമാണ്. കൺപോളകൾ. ഇനി നമുക്ക് കണ്ണിന്റെ ഘടന നോക്കാം. എന്തൊക്കെയാണ് അതിന്റെ ഭാഗങ്ങളെന്ന് നോക്കാം. കണ്ണിലെ പാളികൾ 3 പാളികളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ദൃഢപടലമുണ്ട്, രക്തപടലമുണ്ട്, ദൃഷ്ടിപടലമുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. എല്ലാത്തിന്റെയും മലയാളവും പഠിക്കണം, ഇംഗ്ലീഷും പഠിക്കണം. PSC ചിലപ്പം മലയാളത്തിലായിരിക്കും തരുന്നത്, ചിലപ്പം ഇംഗ്ലീഷിലായിരിക്കും ഓപ്ഷൻസിൽ തരിക. അപ്പൊ അത് നിർബന്ധമായിട്ടും ഈ അവയവങ്ങൾ പഠിക്കുമ്പോൾ ഇംഗ്ലീഷും മലയാളവും പഠിക്കണം. ദൃഢപടലം സ്ക്ലീറ എന്നാണ് പറയുന്നത്. സ്ക്ലീറ. ദൃഢപടലം സ്ക്ലീറ. സ്ക്ലീറയുടെ ഭാഗങ്ങളിലാണ് കോർണിയയും കൺജക്റ്റീവയും ഉള്ളത്. ദൃഢപടലത്തിന്റെ ഭാഗമാണ് കോർണിയ, കൺജക്റ്റീവ എന്നിവ. രക്തപടലം എന്ന് വെച്ചാൽ കൊറോയിഡ് ആണ്. കൊറോയിഡ്. അതിന്റെ ഭാഗങ്ങളാണ് ഐറിസ്, പ്യൂപ്പിൾ, കോൺവെക്സ് ലെൻസ്, സീലിയറി പേശികളൊക്കെ രക്തപടലത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പൊ രക്തപടലം കൊറോയിഡ് ആണ്. അതിൽ ഐറിസ്, പ്യൂപ്പിൾ, കോൺവെക്സ് ലെൻസ്, സീലിയറി പേശികൾ വരുന്നുണ്ട്. അടുത്തതാണ് ദൃഷ്ടിപടലം. ദൃഷ്ടിപടലത്തിൽ ഏതൊക്കെ വരുന്നുണ്ട്? പീതബിന്ദു ഉണ്ട്, അന്ധബിന്ദു ഉണ്ട്, നേത്ര നാഡി വരുന്നുണ്ട്. ദൃഷ്ടിപടലം എന്ന് വെച്ചാൽ റെറ്റിനയാണ് ദൃഷ്ടിപടലം. അതില് പീതബിന്ദു, അന്ധബിന്ദു വരുന്നുണ്ട്, നേത്രനാഡി വരുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടി നമുക്ക് ഭാഗങ്ങൾ നോക്കാം. ദൃഢപടലം എന്ന് വെച്ചാൽ സ്ക്ലീറ. അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കോർണിയ, കൺജക്റ്റീവ എന്നിവ. അടുത്തത് രക്തപടലമാണ്. രക്തപടലം എന്ന് വെച്ചിട്ടുണ്ടെ കൊറോയിഡിന്റെ ഭാഗമാണ് ഐറിസ്, പ്യൂപ്പിൾ, കോൺവെക്സ് ലെൻസ്, സീലിയറി പേശികൾ. അടുത്തത് ദൃഷ്ടിപടലമാണ്.
അതായത് റെറ്റിന, അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പീതബിന്ദു, അന്ധബിന്ദു, നേത്രനാഡി എന്നിവ. നമുക്ക് ഈ പടത്തിൽ നോക്കാം. ഇതാണ് സ്ക്ലീറ. ഈ പുറമേ കാണപ്പെടുന്ന ഈ ഭാഗം, ഈ ലൈറ്റ് പർപ്പിൾ കളറിൽ കാണപ്പെടുന്ന ഈ ഭാഗമാണ് സ്ക്ലീറ അഥവാ ദൃഢപടലം എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് സ്ക്ലീറ എന്ന് പറയുന്നത്. പിന്നെ നോക്കിക്കേ, കൊറോയിഡ് ആണ് ഇത്. നടുക്ക് കാണുന്ന ഈ റെഡ് കളറിൽ കാണുന്നതാണ് കൊറോയിഡ് അഥവാ രക്തപടലം. രക്തം ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെ അതാണ് ഈ നടുക്ക് കാണപ്പെടുന്നത്. അടുത്ത റെറ്റിനയാണ് ഈ യെല്ലോ ഷെയ്ഡിൽ കാണപ്പെടുന്നത്. റെറ്റിന അതിന്റെ അകത്തായിട്ട് ഉള്ളിലായിട്ട് കാണപ്പെടുന്നതാണ് റെറ്റിന എന്ന് പറയുന്നത്. ഈ ഭാഗം അതിങ്ങനെ ഇവിടം വരെ ഉണ്ട്. സ്ക്ലീറ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വരുവാണ്. ഇവിടുന്ന് ഇത്രയുണ്ട് സ്ക്ലീറ എന്ന് പറയുന്നത്. കൊറോയിഡ് ഇവിടുന്ന് ഇങ്ങനെ വരുവാണ്. ഇനി അതിന്റെ ഭാഗങ്ങൾ പറയുവാണെങ്കിൽ ഏതൊക്കെയാണുള്ളത്? കോർണിയ ഉണ്ട് അല്ലെ? ദൃഢപടലത്തിന്റെ ഭാഗം കോർണിയ ഉണ്ട്. കോർണിയ എവിടെയാണത്? ഈ കാണുന്നതാണ് കോർണിയ എന്ന് പറയുന്നത്. ദൃഢപടലത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കോർണിയ. ഈ കാണുന്നതാണ് കോർണിയ. പിന്നെ ഏതാണ്? കൺജക്റ്റീവ ഉണ്ട്. കൺജക്റ്റീവ പിന്നെ ഉള്ളത് ഐറിസ് ഉണ്ട്. ലെൻസ്, ഈ കാണുന്നതാണ് ലെൻസ്. പ്യൂപ്പിൾ ആണ് ഈ നടുക്ക് കാണപ്പെടുന്നത്. ഇവിടെ നോക്കിയിട്ടുണ്ട്, ഈ നടുക്ക് ഈ വട്ടത്തിൽ കാണപ്പെടുന്ന, അതായത് നമ്മൾ കൃഷ്ണമണി എന്നൊക്കെ പറയണ അതിന്റെ നടുക്ക് കാണപ്പെടുന്ന ഈ ഭാഗമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അതിന്റെ വട്ടത്തിൽ കാണുന്ന ഈ നമ്മുടെ ഡാർക്ക് കറുപ്പ് കളറിലൊക്കെ കാണപ്പെടുന്നതാണ് ഐറിസ് എന്ന് പറയുന്നത്. ഐറിസ് ഈ പടത്തിലാണെങ്കിൽ ഈ ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത്. ഇത് പ്യൂപ്പിൾ ആണ്. ഈ നടുക്ക് കാണപ്പെടുന്ന ഒരു ഹോളാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഇത് സ്ക്ലീറ എന്ന് പറയുന്നത് ഈ വെളുത്ത് കാണപ്പെടുന്ന ഭാഗമാണ്. കണ്ണിലെ വെളുത്ത് കാണപ്പെടുന്ന ഭാഗമാണ് സ്ക്ലീറ എന്ന് പറയുന്നത്. പിന്നെ ഐലിഡ് ഉണ്ട്. ഈ ഭാഗമാണ് ഐലിഡ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അത്രയാണ് പറഞ്ഞത്. അടുത്തത് ദൃഢപടലം. സ്ക്ലീറയെ പറ്റി നമുക്ക് വിശദമായിട്ട് നോക്കാം. കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് സ്ക്ലീറ. കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് സ്ക്ലീറ. കണ്ണിന്റെ വെള്ള എന്നാണ് സ്ക്ലീറയെ സാധാരണയായി വിളിക്കുന്നത്. കണ്ണിലെ വെള്ള നിറത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് സ്ക്ലീറ അഥവാ ദൃഢപടലം. ഇത് പുറത്ത് മിനുസമാർന്നതും വെളുത്തതുമായ ഒരു പാളിയാണ്. എന്നാൽ ഉൾഭാഗം തവിട്ട് നിറമാണ്. കൂടാതെ കണ്ണിന്റെ ടെൻഡോണുകൾ ശരിയായി ഘടിപ്പിക്കാൻ സഹായിക്കുന്ന ചാലുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. സ്ക്ലീറ കണ്ണിന്റെ ആന്തരിക പ്രവർത്തനങ്ങൾക്ക് ഘടനയും സുരക്ഷയും നൽകുന്നു. പക്ഷെ ആവശ്യാനുസരണം വസ്തുക്കൾ തിരയാൻ കണ്ണിന് നീങ്ങാൻ കഴിയുന്ന തരത്തിൽ വഴക്കമുള്ളതാണ്. വസ്തുക്കൾ തിരയാൻ, അതായത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കണ്ണിൽ പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെ? നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പൊ അതാണ് ആ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് ദൃഢപടലം എന്ന് പറയുന്നത്. കണ്ണിന് ആകൃതിയും ദൃഢതയും നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യ പാളിയാണ് സ്ക്ലീറ അഥവാ ദൃഢപടലം. അപ്പൊ എന്താണ് ദൃഢപടലം? കണ്ണിന് ആകൃതിയും ദൃഢതയും നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യ പാളിയാണ് ദൃഢപടലം. ദൃഢപടലം യോജക കലയാൽ നിർമ്മിതമാണ്. ദൃഢപടലം നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? യോജക കലയാലാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. ദൃഢപടലം നിർമ്മിച്ചിരിക്കുന്നത് യോജക കലയാൽ നിർമ്മിതമാണ്. അടുത്തത് കോർണിയ നോക്കാം. ദൃഢപടലത്തിന്റെ ഭാഗമാണ് കോർണിയ. അത് നമുക്ക് നോക്കാം. കണ്ണിന്റെ പുറം പാളിയാണ് കോർണിയ. കണ്ണിന്റെ ഉൾഭാഗങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന ഘടകങ്ങളിൽ നിന്ന് ഈ താഴികക്കുടത്തിന്റെ ആകൃതിയിലുള്ള പാളി നിങ്ങളുടെ കണ്ണിനെ സംരക്ഷിക്കുന്നു. കോർണിയയിൽ നിരവധി പാളികളുണ്ട്. ഇത് അധിക സംരക്ഷണം നൽകുന്ന ഒരു കടുപ്പമുള്ള പാളി സൃഷ്ടിക്കുന്നു. ഈ പാളികൾ വളരെ വേഗത്തിൽ പുനരുജ്ജീവിപ്പിക്കുകയും കണ്ണിന് കേടുപാടുകൾ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു.
വെളിച്ചത്തിൽ കൂടുതൽ ഫലപ്രദമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കോർണിയ കണ്ണിനെ അനുവദിക്കുന്നു. കണ്ണുകൾ ശരിയായി ഫോക്കസ് ചെയ്യുന്നതിൽ പ്രശ്നമുള്ളവർക്ക് ഈ പ്രശ്നം ഇല്ലാതാക്കാൻ അവരുടെ കോർണിയ ശസ്ത്രക്രിയയിലൂടെ പുനർരൂപകൽപ്പന ചെയ്യാൻ കഴിയും. ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. അപ്പൊ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. അത് പടത്തിൽ നമ്മൾ കാണിച്ചു. ഏതാണ് കോർണിയ? ഇതാണ് കോർണിയ. ഈ മുന്നോട്ട് തള്ളിയിരിക്കുന്ന ഈ ഭാഗമാണ്. ഇതാണ് കോർണിയ എന്ന് പറയുന്നത്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗമാണ് കോർണിയ. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് കോർണിയയാണ്. രക്തക്കുഴലുകൾ ഇല്ലാത്ത കണ്ണിന്റെ ഭാഗമാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. രക്തക്കുഴലുകൾ ഇല്ലാത്ത കണ്ണിന്റെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് കോർണിയയാണ്. രക്തക്കുഴലുകൾ ഇല്ലെങ്കിൽ കണ്ണില് എങ്ങനെയാണ് ഓക്സിജൻ എത്തുന്നത്? ഓക്സിജൻ ആവശ്യമാണ് അല്ലെ? രക്തമാണ് ഓക്സിജനും പോഷണവും ഒക്കെ വഹിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ എവിടെ നിന്നാണ് കോർണിയയ്ക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നത്? വായുവിലൂടെ നേരിട്ട് ഓക്സിജൻ സ്വീകരിക്കുന്നു. വായുവിലൂടെ നേരിട്ട് ഓക്സിജൻ സ്വീകരിക്കുന്നു. കൊളാജൻ എന്ന മാംസ്യം കോർണിയയിൽ കാണപ്പെടുന്നു. അപ്പൊ കൊളാജൻ എന്ന മാംസ്യം കാണപ്പെടുന്നു. കൊളാജൻ എന്ന മാംസ്യം കാണപ്പെടുന്നത് എവിടെയാണ്? കോർണിയയിലാണ്. അല്ലെങ്കിൽ കോർണിയയിൽ കാണപ്പെടുന്ന മാംസ്യം ഏതാണ്? കൊളാജൻ ആണ്. ഓർത്തു വെക്കുക. മനുഷ്യനേത്രത്തിന്റെ കോർണിയയിൽ പുതുതായി തിരിച്ചറിഞ്ഞ പാളിയാണ് ധുവപാളി. മനുഷ്യനേത്രത്തിന്റെ കോർണിയയിൽ കാണപ്പെടുന്ന പുതുതായി തിരിച്ചറിഞ്ഞ പാളിയാണ് ധുവപാളി. ഇനി ധുവപാളി കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിക്കാം. എവിടെയാണ് കാണപ്പെടുന്നത്? കോർണിയയിലാണ്. കോർണിയയിൽ. ധുവപാളി കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഹർമിന്ദർ സിംഗ് ദുവ. ധുവപാളി കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഹർമിന്ദർ സിംഗ് ദുവ. അടുത്തത് കൺജക്റ്റീവ. കണ്ണിന്റെ പുറംഭാഗം ഈർപ്പമുള്ളതായി നിലനിർത്താൻ സഹായിക്കുന്ന മ്യൂക്കസ് പാളികളാണിവ. കണ്ണ് വരണ്ടാൽ ചൊറിച്ചിലും വേദനയും ഉണ്ടാകാം. കേടുപാടുകൾക്കോ അണുബാധയ്ക്കോ കൂടുതൽ സാധ്യതയുള്ളതാകാം. കൺജക്റ്റീവ ഗ്രന്ഥികൾ ബാധിച്ചാൽ രോഗിക്ക് പിങ്ക് ഐ ഉണ്ടാവും. ദൃഢപടലത്തിന്റെ മുൻഭാഗത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജക്റ്റീവ. ദൃഢപടലത്തിന്റെ മുൻഭാഗത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജക്റ്റീവ. കൺജക്റ്റീവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം നേത്രഗോളത്തിന്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു. അപ്പൊ കൺജക്റ്റീവയുടെ ധർമ്മം എന്താണ്? കൺജക്റ്റീവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം കൊണ്ട് നേത്രഗോളത്തിന്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു. അതാണ് കൺജക്റ്റീവയുടെ ധർമ്മം എന്ന് പറയുന്നത്. ഇനി നമുക്ക് രക്തപടലം നോക്കാം. രക്തപടലം അഥവാ കൊറോയിഡ് നോക്കാം. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന കൺഭിത്തിയിലെ നീല നിറമുള്ള മധ്യപാളിയാണ് രക്തപടലം. ഇവിടെ പടത്തില് ചുവപ്പ് കളറിലാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് ആക്ച്വലി നീല നിറമാണ് ഉള്ളത്. ഇതാണ് രക്തപടലം എന്ന് പറയുന്നത്. ഇതിന് നീല നിറമാണ്. പടത്തില് ചുവപ്പ് കളറിലാണ് അവർ കാണിച്ചിരിക്കുന്നത്. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന കണ്ണിലെ പാളിയാണ് രക്തപടലം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന കണ്ണിലെ പാളി ഏതെന്ന് ചോദിച്ചാൽ അത് രക്തപടലമാണ്. നേത്രഗോളത്തിന്റെ 2/3 ഭാഗത്ത് രക്തപടലം കനം കുറഞ്ഞ മുൻഭാഗത്ത് കനം കൂടിയും സീലിയറി ബോഡിയായും കാണപ്പെടുന്നു. നേത്രഗോളത്തിന്റെ 2/3 ഭാഗത്ത് രക്തപടലം എങ്ങനെയാണ്? 2/3 ഭാഗത്ത് കനം കുറഞ്ഞും മുൻഭാഗത്ത് കനം കൂടിയും സീലിയറി ബോഡിയായിട്ടും കാണപ്പെടുന്നു. ഇനി രക്തപടലത്തിന്റെ ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത്. ഐറിസ് കണ്ണിന് നിറം നൽകുന്ന പിഗ്മെന്റ് അടങ്ങിയ കണ്ണിന്റെ ഭാഗമാണ് ഐറിസ്. ഈ ഭാഗം പ്യൂപ്പിളിനെ ചുറ്റിപ്പറ്റിയാണ് കാണപ്പെടുന്നത്. അതായത് വട്ടത്തിലുള്ള കണ്ണിന്റെ ആ കറുത്ത ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത്. കണ്ണിന് നിറം നൽകുന്ന പിഗ്മെന്റ് അടങ്ങിയ കണ്ണിന്റെ ഭാഗമാണ് ഐറിസ്. ഈ ഭാഗം പ്യൂപ്പിളിനെ ചുറ്റിപ്പറ്റിയാണ് കാണപ്പെടുന്നത്. കോർണിയയുടെ പിൻഭാഗത്ത് കാണുന്ന രക്തപടലത്തിന്റെ ഭാഗമാണ് ഐറിസ്. കോർണിയയുടെ പിൻഭാഗത്തായിട്ട് കാണുന്ന രക്തപടലത്തിന്റെ ഭാഗമാണ് ഐറിസ്.
സീലിയറി ബോഡി മുൻഭാഗത്തേക്ക് നിറമുള്ളതും അതാര്യവുമായ ഐറിസായി രൂപപ്പെട്ടിരിക്കുന്നു. സീലിയറി ബോഡി മുൻഭാഗത്തേക്ക് നിറമുള്ളതും അതാര്യവുമായ ഐറിസ് ആയിട്ട് രൂപപ്പെട്ടിരിക്കുന്നു. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു ഏതെന്ന് ചോദിച്ചാൽ അത് മെലാനിൻ ആണ്. അടുത്തതാണ് പ്യൂപ്പിൾ. പ്യൂപ്പിൾ കണ്ണിന്റെ മധ്യഭാഗത്ത് ഒരു കറുത്ത പൊട്ടായി കൃഷ്ണമണി കാണപ്പെടുന്നു. ഈ കറുത്ത ഭാഗം യഥാർത്ഥത്തിൽ ഒരു ദ്വാരമാണ്. അത് പ്രകാശത്തെ ഉള്ളിലേക്ക് എടുക്കുന്നതിലൂടെ കണ്ണിന് മുന്നിലുള്ള വസ്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. ലെൻസിന് മുന്നിൽ ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് ഏത് നമ്മൾ കൃഷ്ണമണി എന്ന് പറയുന്നത്, പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ലെൻസിന് മുന്നിൽ ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരം, ലെൻസിന് മുന്നിൽ ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കുന്ന കണ്ണിലെ പേശികൾ ഐറിസിലെ വലയ പേശിയും റേഡിയൽ പേശിയുമാണ്. പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കുന്ന കണ്ണിലെ പേശികൾ ഏതെന്ന് ചോദിച്ചാൽ അത് ഐറിസിലെ വലയ പേശിയും റേഡിയൽ പേശിയുമാണ്. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കപ്പെടുന്ന ഭാഗമാണ് അല്ലെ. പ്രകാശം തീവ്രതയ്ക്കനുസരിച്ച് വലിപ്പം നമുക്കറിയാം, വലിപ്പം കൂടുകയും കുറയും ചെയ്തുകൊണ്ടിരിക്കും. തീവ്രപ്രകാശത്തിൽ വലയപേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. തീവ്രപ്രകാശത്തില് പ്യൂപ്പിള് ചുരുങ്ങുന്നു, അത് വലയപേശികൾ സങ്കോചിക്കുമ്പോഴാണ്. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ വികസിക്കുന്നു. അപ്പൊ മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ വികസിക്കുന്നു. പ്യൂപ്പിളിന്റെ വലുപ്പത്തിന് ക്രമീകരണം ഒരു റിഫ്ലക്സ് പ്രവർത്തനമാണ്. അടുത്തതാണ് കോൺവെക്സ് ലെൻസ്. കണ്ണിലെ കോൺവെക്സ് ലെൻസ് ആണ്. കണ്ണിലെ സുതാര്യവും ഇലാസ്തികത ഉള്ളതുമായ ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. കൃഷ്ണമണിയുടെ തൊട്ടുപിന്നിലാണ് ലെൻസ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണമണിയുടെ തൊട്ടുപിന്നിലാണ് ലെൻസ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണമണി എടുക്കുന്ന പ്രകാശത്തെ കേന്ദ്രീകരിക്കുന്ന ഒരു സുതാര്യമായ പാളിയാണിത്. സീലിയറി പേശികളാണ് ലെൻസിനെ സ്ഥാനത്ത് നിർത്തുന്നത്. ഇത് ലെൻസിൽ പതിക്കുന്ന പ്രകാശത്തിന്റെ അളവിനെ ആശ്രയിച്ച് അതിന്റെ ആകൃതി മാറ്റാൻ അനുവദിക്കുന്നു. അങ്ങനെ അത് ശരിയായ ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയും. അടുത്തത് സീലിയറി പേശികള്. കണ്ണിലെ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ. കണ്ണിലെ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശിയാണ് സീലിയറി പേശികൾ. നേത്ര ലെൻസിന്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ ഏതെന്ന് ചോദിച്ചാൽ അത് സീലിയറി പേശികളാണ്. നേത്ര ലെൻസിന്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ സീലിയറി പേശികളാണ്. ലെൻസ് സ്നായുക്കൾ മുഖേന ഏതുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സീലിയറി പേശികളുമായിട്ടാണ്. ലെൻസ് സ്നായുക്കൾ മുഖേന ഏതുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു? സീലിയറി പേശികളുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇനി സീലിയറി പേശികളുടെ ഒരു സവിശേഷതയാണ്, അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോഴും അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോഴും സീലിയറി പേശികൾക്കും സ്നായുക്കള്, ലെൻസിന്, ഫോക്കൽ ദൂരം, കണ്ണിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്ത് ചെയ്യും? സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാകുന്നു. അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാകുന്നു. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. സ്നായുക്കൾ, അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സ്നായുക്കൾ അയയുന്നു. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സ്നായുക്കൾ അയയുന്നു. അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സ്നായുക്കൾ വലിയുന്നു. അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സ്നായുക്കൾ വലിയുന്നു. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസിന്റെ വക്രത കൂടുന്നു. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസിന്റെ വക്രത കൂടുന്നു. അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസിന്റെ വക്രത കുറയുന്നു. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ഫോക്കൽ ദൂരം കുറയുന്നു. അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ഫോക്കൽ ദൂരം കൂടുന്നു. അടുത്തത് ദൃഷ്ടിപടലം അഥവാ റെറ്റിന. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളിയാണ് ദൃഷ്ടിപടലം. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളി ദൃഷ്ടിപടലമാണ്. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ഏതെന്ന് ചോദിച്ചാൽ അത് ദൃഷ്ടിപടലം അഥവാ റെറ്റിനയാണ്. വസ്തുവിൽ നിന്നും പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിക്കുന്നതിന് സഹായിക്കുന്നത് കോർണിയയുടെയും ലെൻസിന്റെയും വക്രത. റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ചെറുതും യഥാർത്ഥതും തലകീഴായതുമായിരിക്കും. റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? ചെറുതും യഥാർത്ഥതും
തലകീഴായതുമായിരിക്കും. റെറ്റിനയിൽ കാണപ്പെടുന്ന 3 പാളി നാഡികളാണ് ഗാംഗ്ലിയോൺ കോശങ്ങൾ, ബൈപോളാർ കോശങ്ങൾ, പ്രകാശഗ്രാഹി കോശങ്ങൾ. റെറ്റിനയിൽ കാണപ്പെടുന്ന 3 പാളി നാഡീകോശങ്ങളാണ് ഗാംഗ്ലിയോൺ കോശങ്ങൾ, ബൈപോളാർ കോശങ്ങൾ, പ്രകാശഗ്രാഹി കോശങ്ങൾ. അടുത്തത് പീതബിന്ദു. പീതബിന്ദു ദൃഷ്ടിപടലത്തിന്റെ ഒരു ഭാഗമാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. നേത്രഗോളത്തിന് പിൻഭാഗത്ത് അന്ധബിന്ദുവിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറമുള്ള ബിന്ദുവാണ് പീതബിന്ദു. നേത്രഗോളത്തിന് പിൻഭാഗത്ത് അന്ധബിന്ദുവിന് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറമുള്ള ബിന്ദുവാണ് പീതബിന്ദു. ഇതിന്റെ മധ്യഭാഗത്ത് കാണുന്ന കുഴിയെ എന്ത് പറയുന്നു? ഫോവിയ എന്ന് പറയുന്നു. ഫോവിയ. ഇതിന്റെ മധ്യഭാഗത്ത് കാണുന്ന കുഴിയാണ് ഫോവിയ. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു എന്ന് പറയുന്നത്. പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം പീതബിന്ദുവാണ്. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് പീതബിന്ദുവാണ്. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം പീതബിന്ദുവാണ്. ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപം കൊള്ളുന്നത് പീതബിന്ദുവിലാണ്. ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപം കൊള്ളുന്നത് പീതബിന്ദുവിലാണ്. അടുത്തതാണ് അന്ധബിന്ദു. റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു. റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു. റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗം അന്ധബിന്ദുവാണ്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗം അന്ധബിന്ദുവാണ്. അതായത് കാഴ്ച ഇല്ലാത്ത ഭാഗം. നേത്രനാടി അടുത്ത ഭാഗമാണ് നേത്രനാടി അഥവാ ഒപ്റ്റിക് നെർവ്. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന നാഡിയാണിത്. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന നാഡിയാണ് നേത്രനാടി. നേത്രനാഡിയാണ് രണ്ടാം ശിരോനാഡി എന്ന് അറിയപ്പെടുന്നത്. ഓർത്തു വെക്കുക. രണ്ടാം ശിരോനാഡി നേത്രനാഡിയാണ്. രണ്ടാം ശിരോനാഡി എന്നറിയപ്പെടുന്നത് നേത്രനാഡിയാണ്. അടുത്തതാണ് അക്വസറ. കണ്ണിലെ അടുത്ത ഭാഗമാണ് അക്വസറ. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് അക്വസറ. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറ. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറ ഏതാണ്? ഇതാണ് കോർണിയ. കോർണിയ ഇതാണ്. ഇതാണ് ലെൻസ്. ലെൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഇടയ്ക്കുള്ള അറ ഏതാണ്? ഇതാണ്. അതിനിടയ്ക്കുള്ള അറയാണ് അക്വസറ എന്ന് പറയുന്നത്. അക്വസറ. അക്വസ് അറയിൽ കാണപ്പെടുന്ന ജലം പോലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. അക്വസ് അറയിൽ കാണപ്പെടുന്ന ജലം പോലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. ഇത് ഓർത്തു വെക്കുക. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. അതുപോലെ തന്നെ വിട്രിയസ് അറയുണ്ട്. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന അറ. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന അറ ഏതാണ്? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന അറ ഇതാണ് റെറ്റിന അല്ലെ? ഇതാണ് റെറ്റിന. ലെൻസ് ഇതാണ്. ഇതിന് ഇടയിൽ കാണപ്പെടുന്ന അറയാണ് വിട്രിയസ് അറ. കണ്ണിലെ ഏറ്റവും വലിയ അറയാണ് വിട്രിയസ് അറ. കണ്ണിലെ ഏറ്റവും വലിയ അറയാണ് വിട്രിയസ് അറ. വിട്രിയസ് അറയിലെ അർദ്ധഖരാവസ്ഥയിലുള്ള സുതാര്യമായ ജെല്ലി പോലെയുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. വിട്രിയസ് അറയിലെ അർദ്ധഖരാവസ്ഥയിലുള്ള സുതാര്യമായ ജെല്ലി പോലെയുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. ഇനി കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. ഇനി നമുക്ക് റോഡ് കോശങ്ങൾ നോക്കാം. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്ന കണ്ണിലെ പ്രകാശ സംവേദനക്ഷമത കൂടിയ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്ന കണ്ണിലെ പ്രകാശ സംവേദനക്ഷമത കൂടിയ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ.
റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ. റോഡ് കോശങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മങ്ങിയ വെളിച്ചം എന്ന് നമുക്ക് മങ്ങിയ വെളിച്ചം എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? കറുപ്പായിരിക്കും അല്ലെ? റോഡിന്റെ നിറം എന്താണ്? കറുപ്പാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഓർത്തു വെക്കാം. അപ്പൊ റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു റോഡോപ്സിൻ ആണ്. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്നത് റോഡോപ്സിൻ ആണ്. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്നത് റോഡോപ്സിൻ ആണ്. ജീവകം എയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്നതും ജീവകം എയുടെ ആൽഡിഹൈഡുമായ റോഡോപ്സിനിലെ ഘടകമാണ് റെറ്റിനാൽ. ജീവകം എയിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്നതും എയിൽ നിന്നാണ് നിർമ്മിക്കപ്പെടുന്നത്. ജീവകം എയുടെ ആൽഡിഹൈഡുമായ റോഡോപ്സിനിലെ ഘടകമാണ് റെറ്റിനാൽ. റോഡോപ്സിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഓപ്സിൻ എന്ന പ്രോട്ടീനും റെറ്റിനാലും ചേർന്നിട്ടാണ്. അത് ഓർത്തു വെക്കുക. റോഡോപ്സിൻ എന്തൊക്കെ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്? ഓപ്സിൻ എന്ന പ്രോട്ടീനും റെറ്റിനാലും ചേർന്നിട്ടാണ്. ഇനി കോൺകോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺകോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ പ്രകാശ കോശങ്ങളാണ് കോൺകോശങ്ങൾ എന്ന് പറയുന്നത്. പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് കോൺകോശങ്ങളാണ്. പകൽ സമയത്ത് കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് കോൺകോശങ്ങളാണ്. റോഡ്, കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളിയാണ് റെറ്റിന. റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും കാണപ്പെടുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ് കാണപ്പെടുന്നത്. റെറ്റിനയിലാണല്ലോ നമ്മൾ കാഴ്ച നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ റോഡ് കോശവും കോൺ കോശവും കാണപ്പെടുന്നത് റെറ്റിനയിലാണ്. കോൺകോശങ്ങളിലെ വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ. കോൺകോശങ്ങളിലെ വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ, അതല്ലെങ്കിൽ ഫോട്ടോപ്സിൻ എന്ന് പറയും. ഫോട്ടോ എന്ന് വെച്ചാൽ എന്താണ്? പ്രകാശമാണ് അല്ലെ? അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ. അയഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത് ഓപ്സിനും റെറ്റിനാലും ചേർന്നിട്ടാണ്. പഴയ പോലെ തന്നെ അയഡോപ്സിൻ ഉണ്ടായിരിക്കുന്നതും ഓപ്സിനും റെറ്റിനാലും ചേർന്നിട്ടാണ്. ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന 3 തരം കോൺകോശങ്ങളുണ്ട്. ഓക്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായതാണ് ഈ വൈവിധ്യത്തിന് കാരണം. ഓക്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകളുടെ വ്യത്യാസം, അതാണ് വൈവിധ്യത്തിന് കാരണം. മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണം എന്താണ്? കോൺകോശങ്ങളുടെ അപര്യാപ്തതയാണ്. അതാണ് മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തില് കാഴ്ച കുറവ്. രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിൽ അടങ്ങിയ എൻസൈമാണ് ലൈസോസൈം. രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം. കണ്ണുനീരിലെ എൻസൈം ഏതാണ്? ലൈസോസൈം ആണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ലൈസോസൈം ആണ്. ഇനി ലൈസോസോം പറയാം. കോശത്തിനുള്ളിലെ മറ്റ് കോശാംഗങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശ ഘടകമാണ് ലൈസോസോം. കോശത്തിനുള്ളിലെ മറ്റു കോശാംഗങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശ ഘടകമാണ് ലൈസോസോം. ലൈസോസൈം എന്താണ്? കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി അഥവാ എൻസൈം ആണ് ലൈസോസൈം എന്ന് പറയുന്നത്. ലൈസോസൈം കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ലൈസോസൈം കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഗ്രാഹീയ കോശങ്ങളിലെ വർണ്ണകങ്ങൾ വിഘടിച്ച് രൂപപ്പെടുന്നതാണ് ആവേഗങ്ങൾ. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഗ്രാഹീയ കോശങ്ങളിലെ വർണ്ണകങ്ങൾ വിഘടിച്ച് രൂപപ്പെടുന്നതാണ് ആവേഗങ്ങൾ. ആവേഗങ്ങൾ നേത്രനാഴിയിലൂടെ സെറിബ്രത്തിലെ വിഷ്വൽ കോർട്ടക്സ് എത്തുമ്പോൾ ഉണ്ടാകുന്നതാണ് കാഴ്ച എന്ന അനുഭവം. എങ്ങനെയാണ് കാഴ്ച ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഗ്രാഹീയ കോശങ്ങളിലെ വർണ്ണകങ്ങൾ വിഘടിപ്പിച്ച് രൂപപ്പെടുന്നതാണ് ആവേഗങ്ങൾ. ഈ ആവേഗങ്ങൾ നേത്രനാടിയിലൂടെ സെറിബ്രത്തിലെ വിഷ്വൽ കോർട്ടക്സ് എത്തുമ്പോൾ ഉണ്ടാകുന്നതാണ് കാഴ്ച എന്ന അനുഭവം. വിഷ്വൽ കോർട്ടക്സിൽ വെച്ച് ആവേഗങ്ങളെ വിശകലനം ചെയ്യുകയും റെറ്റിനയിൽ ഉണ്ടായ പ്രതിബിംബത്തെ മുന്നനുഭവങ്ങളുടെയും ഓർമ്മയുടെയും പശ്ചാത്തലത്തിൽ തിരിച്ചറിയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതായത് വിഷ്വൽ കോർട്ടക്സിൽ വെച്ച് ആവേഗങ്ങളെ വിശകലനം ചെയ്യുകയും റെറ്റിനയിൽ ഉണ്ടായ പ്രതിബിംബത്തെ മുന്നനുഭവങ്ങളുടെയും ഓർമ്മയുടെയും പശ്ചാത്തലത്തിൽ തിരിച്ചറിയുകയും ചെയ്യുന്നു. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥിയാണ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി. ഈ ഗ്രന്ഥികൾ ഓരോ കണ്ണിന്റെയും പുറം കോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് കണ്ണുണങ്ങുമ്പോൾ നനയ്ക്കാൻ സഹായിക്കുന്നു. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ലാക്രിമൽ ഗ്രന്ഥിയാണ്. ഇവയുടെ ഉപയോഗം എന്താണ്? കണ്ണുണങ്ങുമ്പോൾ നനയ്ക്കാൻ സഹായിക്കുന്നു. കൂടാതെ കണ്ണിനെ പ്രകോപിപ്പിക്കുന്ന കണികകളെ പുറന്തള്ളുന്നു. അതായത് മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ണുനീരിൽ കാണുന്ന ലോഹമാണ് സിങ്ക്. കണ്ണുനീരിൽ കാണുന്ന ലോഹം സിങ്ക് ആണ്. കണ്ണിന്റെ തിളക്കത്തിന് കാരണം സിങ്ക് ആണ്.
കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കണ്ണുനീരുണ്ടാകുന്നത് ജനിച്ച് 3 ആഴ്ച പ്രായമാകുമ്പോഴാണ്. ജനിച്ച് 3 ആഴ്ച പ്രായമാകുമ്പോഴാണ് കണ്ണുനീരുണ്ടാകുന്നത്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം 25 സെന്റിമീറ്റർ ആണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ സിങ്കിന്റെ കാര്യം, ഈ 25 സെന്റിമീറ്റർ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം 25 സെന്റിമീറ്റർ ആണ്. 2020 എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് വ്യക്തമായ കാഴ്ചയാണ് കാണിക്കുന്നത്. 2020 എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് വ്യക്തമായ കാഴ്ചയാണ്. ക്രിക്കറ്റ് എന്നൊന്നും പറഞ്ഞേക്കരുത്. കണ്ണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. രോഗങ്ങള് പിന്നെ ഈ ഭാഗങ്ങൾ ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. കണ്ണീന്ന് എങ്ങനെ വന്നാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഒരു ചോദ്യപേപ്പറിൽ, എല്ലാ ചോദ്യപേപ്പറിലും കാണും. രണ്ടു കണ്ണുകളിലെയും ദൃശ്യങ്ങൾ തലച്ചോറിന്റെ സഹായത്താൽ ഒരേ സമയം കേന്ദ്രീകരിച്ച് ത്രിമാന ദൃശ്യമായി അനുഭവപ്പെടുന്ന പ്രക്രിയയാണ് ദ്വിനേത്ര ദർശനം. രണ്ടു കണ്ണുകളിലെയും ദൃശ്യങ്ങൾ തലച്ചോറിന്റെ സഹായത്താൽ ഒരേ സമയം കേന്ദ്രീകരിച്ച് ത്രിമാന ദൃശ്യമായി അനുഭവപ്പെടുന്ന പ്രക്രിയയാണ് ദ്വിനേത്ര ദർശനം എന്ന് പറയും. ഇനി സമഞ്ജനക്ഷമത എന്താന്ന് നോക്കാം. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവാണ് സമഞ്ജനക്ഷമത. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവ്, അതാണ് സമഞ്ജനക്ഷമത. അതായത് നമ്മൾ ദൂരെയുള്ള ഒരു വസ്തുവിനെ നോക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും കണ്ണ് പ്രവർത്തിക്കുന്നത്. അടുത്തുള്ള ഒരു വസ്തുവിനെ നോക്കുമ്പോഴും കണ്ണിന്റെ പ്രവർത്തനത്തിൽ മാറ്റം വരുന്നുണ്ട്. അതാണ് സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. അപ്പൊ ഒരു കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എത്രയാണ്? 16 സെക്കൻഡ് ആണ്. 16 സെക്കൻഡ് ആണ് കണ്ണിന്റെ വീക്ഷണ സ്ഥിരത. പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്താണ് നേത്രവൈകല്യങ്ങൾ അഥവാ നേത്ര രോഗങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദിക്കുക. സിറോഫ്താൽമിയ ഒക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിശാന്തത, സിറോഫ്താൽമിയ, ദീർഘദൃഷ്ടി, ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടി നോക്കാം. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ. ഹ്രസ്വദൃഷ്ടി എന്ന് വെച്ചാൽ ഹ്രസ്വമായിട്ടുള്ള ദൃഷ്ടി, നമുക്ക് അടുത്തുള്ളത് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അകലെയുള്ളത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കത്തില്ല. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നതാണ്. ഹ്രസ്വദൃഷ്ടിക്ക് കാരണം എന്താണ്? നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നതാണ്. നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നു. ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുൻപിലായിരിക്കും. ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുമ്പിലായിരിക്കും. ഇതിനൊന്നും ഒരു പോയിന്റ് വിടാനില്ല, എല്ലാം പഠിക്കുക. ദീർഘദൃഷ്ടി, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ. ദീർഘദൃഷ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകലെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റത്തുള്ളൂ, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കാത്ത അവസ്ഥ. ദീർഘദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതാണ്. ഹ്രസ്വദൃഷ്ടിയാകുമ്പം നേത്രഗോളത്തിന്റെ നീളം കൂടുന്നു. ഇവിടെ ദീർഘദൃഷ്ടിക്ക് കാരണം എന്താണ്? നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതാണ്. ദീർഘദൃഷ്ടിയുള്ളവരിൽ വസ്തുക്കളുടെ പ്രതിബിംബം പതിക്കുന്നത് റെറ്റിനയുടെ പുറകിലാണ്. ഓപ്പോസിറ്റ് ആണ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരെണ്ണം പഠിച്ചാൽ അടുത്തതും കിട്ടും. ദീർഘദൃഷ്ടിയുള്ളവരിൽ വസ്തുക്കളുടെ പ്രതിബിംബം പതിക്കുന്നത് റെറ്റിനയ്ക്ക് പുറകിലാണ്. വിഷമദൃഷ്ടി, നേത്ര ലെൻസിന്റെ വക്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി. നേത്ര ലെൻസിന്റെ വക്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി. അടുത്തതാണ് ഗ്ലോക്കോമ. അക്വസ് ദ്രവത്തിന്റെ പുനരാഗീകരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നതിനാൽ ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ കാര്യം പറയുമ്പോൾ ആദ്യം ഓർത്തിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഇതാണ്: മർദ്ദം. അക്വസ് ദ്രവത്തിന്റെ പുനരാഗീരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നതിനാൽ ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കുകയും അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ്? ഗ്ലോക്കോമ റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കുകയും അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യം ഗ്ലോക്കോമയാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങളായി ഉള്ളതായിട്ട് തോന്നുന്ന രോഗം അല്ലെങ്കിൽ അസുഖം, വൈകല്യം എന്നൊക്കെ ചോദിച്ചാൽ അത് ഗ്ലോക്കോമയാണ്. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്ന് പറയുന്നത് ഗ്ലോക്കോമയെയാണ്. കണ്ണിൽ ബാധിക്കുന്ന ഏതു രോഗത്തിനുള്ളതാണ് ലേസർ ചികിത്സ എന്ന് ചോദിച്ചാൽ ഗ്ലോക്കോമയാണ്. ഗ്ലോക്കോമ
ലേസർ ചികിത്സയിലൂടെ മാറ്റാവുന്നതാണ്. അടുത്തതാണ് സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. അപ്പൊ എന്താണ്? വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സിറോഫ്താൽമിയ അന്ധതയിലേക്ക് നയിക്കുന്നു. സിറോഫ്താൽമിയ രോഗത്തിന് കാരണം ജീവകം എയുടെ അപര്യാപ്തതയാണ്. ജീവകം എയുടെ അപര്യാപ്തത മൂലം കണ്ണിനുണ്ടാകുന്ന ഒരു അസുഖമാണ് സിറോഫ്താൽമിയ. നിശാന്തത. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്തത. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥ. നിശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി എന്നല്ലേ അർത്ഥം. നിശാന്തതയ്ക്ക് കാരണം ജീവകം എയുടെ അപര്യാപ്തതയാണ്. അപ്പൊ ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉള്ള രോഗം നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. സിറോഫ്താൽമിയയും പറഞ്ഞു, നിശാന്തതയും പറഞ്ഞു. വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം റെറ്റിനാലിന്റെ അളവ് കുറഞ്ഞ് റോഡ് കോശങ്ങളിലെ റോഡോപ്സിന്റെ ഉൽപാദനം കുറയുന്നു. പിന്നെ പുനർനിർമ്മാണവും തടസ്സപ്പെടുന്നു. അതുകൊണ്ടാണ് നിശാന്തത ഉണ്ടാകുന്നത്. വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം റെറ്റിനാലിന്റെ അളവ് കുറഞ്ഞ് റോഡ് കോശങ്ങളിലെ റോഡോപ്സിന്റെ ഉൽപാദനം കുറയുന്നു, പുനർനിർമ്മാണവും തടസ്സപ്പെടുന്നു. അടുത്തതാണ് വർണ്ണാന്ധത. വർണ്ണാന്ധത, കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ഡാൾട്ടനിസം എന്നൊക്കെ പറയും. ഡാൾട്ടനിസം. വർണ്ണാന്ധതയുള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങളാണ് ചുവപ്പ്, പച്ച. ചുവപ്പ്, പച്ച നിറങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. വർണ്ണാന്ധത ബാധിച്ച ആൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം നീലയാണ്. അതായത് പ്രൈമറി കളേഴ്സിൽ ചുവപ്പും പച്ച അവർക്ക് തിരിച്ചറിയത്തില്ല, നീല മാത്രം തിരിച്ചറിയാം. വർണ്ണാന്ധതയുടെ കാരണം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോൺകോശങ്ങളുടെ തകരാറാണ്. കോൺകോശങ്ങളുടെ തകരാറ്. വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൻ ആണ്. വർണ്ണാന്ധതയുടെ മറ്റൊരു പേരാണ് ഡാൾട്ടനിസം. ഡാൾട്ടനിസം. വർണ്ണാന്ധത നിർണ്ണയിക്കാനുള്ള ടെസ്റ്റ് ആണ് ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്ധത നിർണ്ണയിക്കാനുള്ള ടെസ്റ്റ് ഇഷിഹാര ടെസ്റ്റ്. അടുത്തതാണ് കോങ്കണ്ണ്. കണ്ണിലെ പേശികളുടെ സമന്വിത ചലനം സാധ്യമാകാത്തത് വഴി രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ തന്നെ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ. അത് കണ്ണിലെ പേശികളുടെ സമന്വിത ചലനം സാധ്യമാകാത്തത് കൊണ്ട്. അതാണ് കോങ്കണ്ണ് എന്ന് പറയുന്നത്. ഇനി ചെങ്കണ്ണുണ്ട്. നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ്. നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ്. ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ അണുബാധ മൂലമോ അലർജി കാരണമോ കണ്ണിലുണ്ടാകുന്ന രോഗം. അപ്പൊ ഏതൊക്കെ രീതിയിൽ വരാം? ബാക്ടീരിയ ആകാം, വൈറൽ ആകാം, ഫംഗൽ ആകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും അലർജി ആകാം. അതുകൊണ്ട് ചെങ്കണ്ണുണ്ടാവാം. സ്പർശനത്തിലൂടെയും മറ്റും ഈ രോഗം പകരുന്നു. ചെങ്കണ്ണ് പകരും. അടുത്തതാണ് പ്രസ്ബയോപ്പിയ അഥവാ വെള്ളെഴുത്ത്. വെള്ളെഴുത്ത്. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. ഇലാസ്തികത കുറയുന്നു. ഇത് രണ്ട്, ഈ പ്രസ്ബയോപ്പിയ, വെള്ളെഴുത്തും തിമിരവും ഒക്കെ പ്രത്യേകം അത് തമ്മിലുള്ള ഡിഫറൻസ് ഓർത്ത് വെച്ചോളാം. തിമിരെന്ന് വെച്ചാൽ എന്താണ്? പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നു. സുതാര്യത നഷ്ടമാകുന്നതാണ് തിമിരം. വെള്ളെഴുത്ത് എന്താണ്? ലെൻസിന്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്നു. ഇലാസ്തികത കുറഞ്ഞു വരുന്നത് പ്രസ്ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്തും, സുതാര്യത നഷ്ടമാകുന്നത് തിമിരവുമാണ്. രണ്ടും ലെൻസിന്റെയാണ് പ്രശ്നം. പക്ഷെ സുതാര്യതയും ഇലാസ്തികതയും തമ്മിൽ മാറിപ്പോരുത്. പ്രകാശ സ്രോതസ്സിന് ചുറ്റും വർണ്ണവലയങ്ങൾ കാണുന്നത് തിമിരത്തിന്റെ ലക്ഷണമാണ്. പ്രകാശ സ്രോതസ്സിന് ചുറ്റും വർണ്ണവലയങ്ങൾ കാണപ്പെടുന്നത് ഏതിന്റെ ലക്ഷണമാണ്? തിമിരത്തിന്റെ ലക്ഷണമാണ്. നമ്മളിവിടെ ഗ്ലോക്കോമയുടെ കാര്യം പറഞ്ഞു അല്ലെ. വർണ്ണവലയങ്ങൾ, ഇതുപോലെ പ്രകാശവലയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു. അതെന്താണ്? ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായിട്ട് തോന്നുന്ന വൈകല്യം ഗ്ലോക്കോമയാണ് അല്ലെ. ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ കാണപ്പെടുന്നത് ഗ്ലോക്കോമയും. തിമിരത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? പ്രകാശ സ്രോതസ്സിന് ചുറ്റും വർണ്ണവലയങ്ങൾ കാണുന്നത് തിമിരത്തിന്റെ ലക്ഷണമാണ്. അത് പറഞ്ഞു. തിമിരവും രണ്ടും ഏകദേശം ഒരുപോലെയാണ്. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് തിമിരത്തിനുള്ള പരിഹാരം. നമുക്കറിയാം അല്ലെ, തിമിര ശസ്ത്രക്രിയ സ്ഥിരം നടക്കുന്നതാണ്, നമ്മൾ കാണുന്നതാണ്. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് തിമിരത്തിനുള്ള പരിഹാരം. ലോകത്തിൽ ആദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? സുശ്രുതനാണ്. സുശ്രുതൻ. അടുത്തതാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, സെൽഫോണ്, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നമാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം.
കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോമിന്റെ ലക്ഷണങ്ങളാണ് തലവേദന, കണ്ണ് വരളുക, കണ്ണിനമിത സമ്മർദ്ദം അനുഭവപ്പെടുക എന്നിവ. അടുത്തതാണ് ട്രക്കോമ. ട്രക്കോമ ബാധിക്കുന്നത് കണ്ണിനെയാണ്. ട്രക്കോമ രോഗം ബാധിക്കുന്ന അവയവം ഏതെന്ന് ചോദിച്ചാൽ അത് കണ്ണാണ്. ക്ലമീഡിയ ട്രക്കോമാറ്റിസ് എന്ന ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗമാണ് ട്രക്കോമ. ക്ലമീഡിയ ട്രക്കോമാറ്റിസ് എന്ന ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗമാണ് ട്രക്കോമ. കൺജക്റ്റീവിയിൽ അണുബാധ ഉണ്ടാകുന്നു. കൺജക്റ്റീവിയിൽ അണുബാധ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ട്രക്കോമയാണ്. കൺജക്റ്റീവിയിൽ അണുബാധ ഉണ്ടാകുന്ന രോഗം ട്രക്കോമയാണ്. കോർണിയയെയും ബാധിക്കുകയും തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. കോർണിയയെ ബാധിക്കുകയും തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ട്രക്കോമ ഇല്ലാതാക്കാൻ WHO ആവിഷ്കരിച്ച പൊതുജനാരോഗ്യ പരിപാടിയാണ് സേഫ്. ട്രക്കോമ ഇല്ലാതാക്കാൻ WHO ആവിഷ്കരിച്ച പൊതുജനാരോഗ്യ പരിപാടിയാണ് സേഫ്. അതായത് സർജറി, ആന്റിബയോട്ടിക്, ഫേഷ്യൽ ക്ലീൻലിനെസ്, എൻവയോൺമെന്റ് ഇംപ്രൂവ്മെന്റ്. അതാണ് സേഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ് എന്താണ്? സർജറി. എ എന്താണ്? ആന്റിബയോട്ടിക്സ്. എഫ് ഫേഷ്യൽ ക്ലീൻലിനെസ്. ഇ എന്താണ്? എൻവയോൺമെന്റ് ഇംപ്രൂവ്മെന്റ്. കണ്ണു പുറത്തേക്ക് തുറിച്ചു വരുന്ന അവസ്ഥയാണ് എക്സോതാൽമോസ്. കണ്ണ് പുറത്തേക്ക് തുറിച്ചു വരുന്ന അവസ്ഥയാണ് എക്സോതാൽമോസ്. കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് പറയുന്നതാണ് കെരാറ്റോപ്ലാസ്റ്റി. കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ചുപിടിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റി. ലോകത്തിലെ ആദ്യത്തെ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഡോക്ടർ എഡ്വേർഡ് കോണാർഡ് സ്വിം. ലോകത്തിലെ ആദ്യത്തെ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആരാണ്? ഡോക്ടർ എഡ്വേർഡ് കോണാർഡ് സ്വിം ആണ്. അടുത്തത് സ്നെല്ലൻ ചാർട്ട്. സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്? കാഴ്ച ശക്തി പരിശോധിക്കാനാണ് സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നത്. സ്നെല്ലൻ ചാർട്ട് വികസിപ്പിച്ചത് ഹെർമൻ സ്നെല്ലൻ ആണ്. നമുക്കറിയാം, നമ്മൾ കണ്ണൊക്കെ പരിശോധിക്കാൻ ചെല്ലുമ്പോഴത്തേക്കിന് ആ ഇ ഊ എന്നൊക്കെ പറഞ്ഞ് എഴുതി ഇങ്ങനെ പല വലിപ്പത്തില് അക്ഷരങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. എന്നിട്ട് നമ്മളോട് അത് ഒരു കണ്ണ് പൊത്തി പിടിച്ചിട്ട് വായിക്കാൻ പറയും, അല്ലെ? സ്നെല്ലൻ ചാർട്ട് വികസിപ്പിച്ചത് ഹെർമൻ സ്നെല്ലൻ ആണ്. കണ്ണിന്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഒഫ്താൽമോസ്കോപ്പ്. കണ്ണിന്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഒഫ്താൽമോസ്കോപ്പ്. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന കണ്ണ് പരിശോധനാ രീതിയാണ് ടോണോമെട്രി. ഈ സ്നെല്ലൻ ചാർട്ട് നമ്മൾ വായിക്കുന്നത് 6 മീറ്റർ അകലത്തിൽ നിന്ന് വേണം വായിക്കാൻ. 6 മീറ്റർ അകലം വേണം. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന കണ്ണ് പരിശോധനാ രീതിയാണ് ടോണോമെട്രി. ഇനി നമ്മൾ ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ലെൻസുകൾ, കണ്ണട വെക്കുമ്പോൾ അതിന്റെ ലെൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഹ്രസ്വദൃഷ്ടിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. വിഷമദൃഷ്ടി ആണെങ്കിലോ സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. ഇനി ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ബൈഫോക്കൽ ലെൻസ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ബൈഫോക്കൽ ലെൻസ്. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അന്ധരോ കാഴ്ചവൈകല്യമുള്ള ആളുകളോ സഹായകമായ സാങ്കേതിക വിദ്യകളാണ് വൈറ്റ് കെയിൻ, ടോക്ടെയിൽ വാച്ച്, ടോക്കിംഗ് വാച്ച്, എംബോസ്ഡ് മാപ്പ്, ബ്രെയിൽ ലിപി എന്നിവ. അന്ധരായവർ ഉപയോഗിക്കുന്ന ചില എക്യുപ്മെന്റ്സ് ആണത്. ഇനി അതിൽ വൈറ്റ് കെയിൻ നോക്കാം. പൂർണ്ണമായും അന്ധരായവർ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ എന്ന് പറയുന്നത്. വൈറ്റ് കെയിൻ ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലുമിനിയം ദണ്ഡാണിത്. നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? ആളുകൾ അത് വെച്ച് നടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വടിയുടെ അടിയിൽ പിടിപ്പിച്ചിട്ടുള്ള ലോഹഭാഗം വസ്തുക്കളിൽ തട്ടിയുണ്ടാകുന്ന ശബ്ദത്തിൽ നിന്ന് വഴിയിലെ തടസ്സം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത് വഴി അന്ധരെ മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചറിയാനും അവരെ സഹായിക്കാനും സാധിക്കുന്നു. പിന്നെന്താണ്? കെയിനിന്റെ അടിഭാഗത്ത് ചുവന്ന നിറമുള്ള വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത് കുറഞ്ഞ കാഴ്ചശക്തി ഉള്ളവരാണ്. വെള്ളയും ചുവപ്പും വരകളുള്ള കെയിൻ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും അന്ധരും ബധിരരുമാണ്. വെള്ളയും ചുവപ്പും വരകളുള്ള കെയിൻ ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ട് അന്ധരും ബധിരരുമാണ്.
കെയിനിന്റെ അടിഭാഗത്ത് ചുവന്ന നിറമുള്ള വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത്, വരെയുള്ളത് ഉപയോഗിക്കുന്നത് എന്താണ്? കുറഞ്ഞ കാഴ്ചശക്തി ഉള്ളവരാണ്. ടാക്ടൈൽ വാച്ച് എന്താണെന്ന് നോക്കാം. അന്തർക്ക് സമയം തൊട്ടറിയാൻ സഹായിക്കുന്ന വാച്ചാണ് ടാക്ടൈൽ വാച്ച്. ടാക്ടൈൽ എന്നതിന്റെ അർത്ഥം എന്താണ്? തൊട്ടറിയുന്നത് എന്നാണ്. ടാക്ടൈൽ എന്നാൽ തൊട്ടറിയുന്നത്. ടാക്ടൈൽ വാച്ചുകൾ ഒരിനം ബ്രെയിലി രീതിയിലുള്ളവയാണ്. വാച്ചിലെ സൂചികളുടെ സ്ഥാനം തൊട്ടു മനസ്സിലാക്കി സമയം അറിയുന്നു. ടോക്കിംഗ് വാച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ടോക്കിംഗ് വാച്ചിന്റെ വശത്തുള്ള ഒരു ബട്ടൺ അമർത്തുമ്പോൾ വാച്ചിൽ നിന്ന് സമയം അറിയിച്ചുകൊണ്ടുള്ള ശബ്ദം കേൾക്കുന്നു. അതാണ് ടോക്കിംഗ് വാച്ച് എന്ന് പറയുന്നത്. പിന്നെ എംബോസ്ഡ് മാപ്പ് ഉണ്ട്. എന്താണ് എംബോസ്ഡ് മാപ്പ്? അന്ധരായ ആളുകൾക്കായി ഭൂപടങ്ങൾ, സംസ്ഥാന അതിർത്തികൾ, പർവ്വതങ്ങൾ, നദികൾ എന്നിവ തൊട്ടറിയാൻ പശയിൽ മുക്കിയ നൂലും മണലും ഒക്കെ ഉപയോഗിച്ച് സ്പർശിച്ചറിയാവുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് എംബോസ്ഡ് മാപ്പ്. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൽ ലിപി. ബ്രെയിൽ ലിപി വികസിപ്പിച്ചെടുത്ത ഫ്രഞ്ചുകാരനായ വ്യക്തിയാണ് ലൂയിസ് ബ്രെയിൽ. അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലിപ്പത്തിൽ 7 വരികളിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. 6 മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്. അപ്പൊ അത്രയാണ് കണ്ണുകളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്.